നമസ്കാരം. ലോക രാഷ്ട്രീയത്തിൽ അമേരിക്കയെ പോലുള്ള രാഷ്ട്രങ്ങളുടെ ഭീഷണികളും സമ്മർദ്ദങ്ങളും ഇനി വിലപ്പോകില്ല എന്ന് ഒടുവിൽ തുറന്നടിച്ചിരിക്കുകയാണ് റഷ്യ. ഇന്ത്യയെയും ചൈനയെയും പോലുള്ള രാജ്യങ്ങൾക്കെതിരെ താരിഫ് ഭീഷണികൾ മുഴക്കുന്നത് അമേരിക്കയ്ക്ക് ഇനി ഗുണം ചെയ്യില്ല എന്നാണ് റഷ്യ പറഞ്ഞു വെക്കുന്നത്. അമേരിക്കയുടെ ആധിപത്യത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് റഷ്യയെ പോലുള്ള ഒരു ശക്തിക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്ന ഒരു പുതിയ ലോകക്രമം രൂപപ്പെട്ടു വരുന്നു എന്നതാണ് റഷ്യയുടെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ താരിഫുകളുടെ മഹാരാജാവ് എന്ന് വിളിക്കുകയും ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങിയതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ ഭീഷണികൾ മുഴക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയും ചൈനയും പുരാതന നാഗരികതകളാണെന്നും അവരെ ഇഷ്ടമില്ലാത്തത് ചെയ്യുന്നത് നിർത്തൂ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മേൽ താരിഫ് ചുമത്തും എന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നത് ഇനി നടക്കില്ല. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവോവാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഈ രാജ്യങ്ങൾ സ്വന്തം ദേശീയ താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അമേരിക്കയുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ അവർ വഴങ്ങിയിട്ടില്ല. അമേരിക്കൻ താരിഫുകൾ കാരണം ഈ രാജ്യങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് അവരെ പുതിയ കമ്പോളങ്ങളും ഊർജ സ്രോതസ്സുകളും കണ്ടെത്താൻ നിർബന്ധിതരാക്കിയിട്ടുണ്ട്. ഇതിന് ഒരു ധാർമ്മികവും രാഷ്ട്രീയവുമായ എതിർപ്പുണ്ട്. അമേരിക്കയുടെ ഈ സമീപനം കേവലം സാമ്പത്തിക പ്രശ്നങ്ങളല്ല, മറിച്ച് ആഗോളതലത്തിൽ ധാർമ്മികമായ ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. അമേരിക്കയുടെ ഉപരോധ ഭീഷണികൾ റഷ്യയ്ക്ക് ഒരു പ്രശ്നമല്ലെന്നും ലാവ്റോവ് വ്യക്തമാക്കി. റഷ്യക്കെതിരെ ഏർപ്പെടുത്തിയ പുതിയ ഉപരോധങ്ങൾ തനിക്കൊരു പ്രശ്നവും തോന്നുന്നില്ല. ജോ ബൈഡന്റെ കാലഘട്ടത്തിലും ഏതൊരു നയതന്ത്ര ശ്രമത്തിലും പകരമായി ഉപരോധങ്ങൾ ഉപയോഗിക്കാവുന്ന ഒരു രീതിയാണ് അമേരിക്ക പിന്തുടർന്നത്. റഷ്യയെയും ഇന്ത്യയെയും പോലുള്ള രാജ്യങ്ങളെ അമേരിക്കയുടെ കളികൾ കൊണ്ട് തകർക്കാൻ ഒരിക്കലും സാധിക്കുന്നതല്ല. ലോകത്തിൽ ഇനി അമേരിക്കയുടെ ഏകധ്രുവ ആധിപത്യം നടക്കില്ല. റഷ്യയുടെയും ചൈനയുടെയും ഇന്ത്യയുടെയും കൂട്ടായ ശക്തിക്ക് മുന്നിൽ അമേരിക്കയുടെ അഹങ്കാരം ഇനി ഒട്ടും വിലപ്പോകില്ല എന്നും ഈ പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നുണ്ട്. റഷ്യയെ തകർക്കാനുള്ള അമേരിക്കയുടെ നീക്കങ്ങൾ പരാജയപ്പെട്ടു എന്നു മാത്രമല്ല, റഷ്യയുടെ ആഗോള സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ലോകത്ത് അമേരിക്കയുടെ ഏക ചക്രവർത്തിത്വം അവസാനിപ്പിക്കുക എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ലാവ്റോവിന്റെ ഈ വാക്കുകൾ. ചൈനയും ഇന്ത്യയും സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കൂടുതൽ ശക്തരായിരിക്കുന്നു. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ ഇവർ മുട്ടുമടക്കില്ല എന്ന് തന്നെയാണ് തെളിയിച്ചിരിക്കുന്നത്. ഇത് അമേരിക്കയുടെ താഴ്ന്നു വരുന്ന സ്വാധീനത്തെയും ലോകത്തിൽ രൂപം കൊള്ളുന്ന പുതിയ ശക്തി സന്തുലിതാവസ്ഥയും പ്രതിഫലിപ്പിക്കുന്നുണ്ട്. റഷ്യയുടെ ശക്തമായ പ്രതിരോധം ഈ രാജ്യങ്ങൾക്ക് അമേരിക്കയോട് കൂടുതൽ തുറന്നു പറയാൻ ധൈര്യം നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വസ്തുതാപരമായി അമേരിക്കയുടെ പ്രതിസന്ധി കാലം ആരംഭിച്ചു എന്ന് തന്നെ പറയാം. അതായത് കണ്ടകശനി ട്രംപിനെയും കൊണ്ടേ പോകും.